ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്തേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്നഹം ശങ്കാഹീനം ഉരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദേരഹരഹ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രദം സിനശ്രേയസേ. അമൃതാപഹരണം. ഉർവീതലങ്ങൾ കുലുക്കിപ്പൊടിയാർപ്പിച്ചുർവിയും ആകാശവും ഒരുമിപ്പിച്ചു. ഗർവം കലർന്നു നിഷാദന്മാർ വാഴുന്ന ദർവേകരാലയമെല്ലാം ഇളക്കിനാൻ. വിത്രസ്തരായ നിഷാദാകുലമെല്ലാം വിസ്തൃതമായൊരു വക്രത്തിലാക്കിനാൻ. എത്രയും ചുട്ടു തുടങ്ങി ഗളതലം ചിത്തെ നിരൂപിച്ചു മാതൃവചനവും. വിപ്രനും കൂടെ അകപ്പെട്ടിരുന്നതു കൽപ്പിച്ചു ചൊന്നാൻ ഗരുഡനും അന്നേരം. ബുദ്ധിപൂർവം നിന്നെ കൊത്തുകയല്ല ഞാൻ, അത്തൽ കൂടാതെ പുറത്തു പോന്നിടുക. സത്യധർമാദികൾക്കാധാരഭൂതന്മാരുത്തമന്മാരായ ഭൂദേവന്മാരത്രേ. ഇത്തം ഗരുഡൻ പറഞ്ഞതു കേട്ടോരു വൃദ്ധേസുരോത്തമനുത്തരം ചൊല്ലിനാൻ. നിർമ്മല പക്ഷേന്ദ്രധർമ്മപരായണ മന്മനോഭഞ്ജിതം ചൊല്ലുവൻ കേൾക്കനീ. ഉണ്ടൊരു ഭാര്യ നിഷാദീയവളെയും കൊണ്ടുപോകേണം എനിക്കെന്നറിക നീ. കൊണ്ടുപോന്നാലുമെന്നാനത്തോടെ നീയുണ്ടാകയില്ല വിഷമാമതിനേതും. ആശു പുറത്തവളോടും ഉറപ്പെട്ടാനാചേർവാദങ്ങളും ചെയ്തു ഗരുഡനും. പോയാൻ ദ്വിജവരൻ പിന്നെ ഗരുഡനും പോയാൻ പിതാവിനെ കണ്ടു വണങ്ങുവാൻ. പൈതാഹമേതോ മടങ്ങീല നിന്നുടെ പൈതലായിടോ എനിക്കു തപോനിധേ. കാശ്യപനോടവൻ ഇങ്ങനെ ചൊന്നപ്പോൾ ആശ്ചര്യമുൾക്കൊണ്ടവനോ മുര ചെയ്താൻ. മുന്നം വിഭാവസുവായ മുനിയോടു തന്നുടെ സോദരൻ മത്സരിച്ചാണല്ലോ. ജ്യേഷ്ഠാംശമേ ഭവാനുള്ളൂ പകുത്തു കനിഷ്ഠാംശമിങ്ങോ തരേണമെന്നാനവൻ. നന്നല്ല നീ ഗൃഹഛിദ്രം തുടങ്ങുന്നതെന്നാൽ നശിച്ചു പോമെന്നടങ്ങിയിടു നീ. എന്നോ വിഭാവസു ചൊന്നതു കേളാതെ പിന്നെയുമേറെ നിർബന്ധം തുടങ്ങിനാൻ. അന്നോ ശപിച്ചതോ നീ ഗജമായി പോകയെന്നോ വിഭാവസു സോദരൻ തന്നെയും. ജ്യേഷ്ഠനെ കൂടെ ശപിച്ചാൻ അനുജനും ദുഷ്ടഭാവാലൊരു കൂർമ്മമായി പോക നീ. സുപ്രതീകൻ ഗജമായി ചമഞ്ഞിടിനാനപ്പോൾ വിഭാവസു കൂർമ്മമായിടിനാൻ. അന്യോന്യ ശാപവുമേറ്റിട്ടിരുവരുമിന്നും സരസിങ്കലുണ്ടോ കിടക്കുന്നു. ചെന്നു കൊത്തിക്കൊണ്ടുപോന്നിനി വൈകാതെ തിന്നാലും അങ്ങൊരു ദേശത്തു കൊണ്ടുപോയി. വാനോർപുരി ബുക്കു പീയൂഷവും കൊണ്ടു മാനമോടെ വരികെന്നാൻ ജനകനും. വന്ദിച്ചതിനു നടന്നാൻ ഗരുഡനും മന്ദേതരം ചെന്ന നേരത്തു കാണായി. ആമതൻ വട്ടമൊരു ദശയോജനയാണതിൻ പൊക്കമോ മൂന്നല്ലോ യോജന. ദ്വാദശയോജന നീളമുണ്ടാനയും മേധുരമായിടമ്പാതിയുമുണ്ടല്ലോ. രണ്ടുമെടുത്തു പറന്നോരു ദിക്കിനു കുണ്ഠത എന്നിയെ ചെന്നോരു നേരത്തു. കണ്ടാനമര മരങ്ങൾ നിൽക്കുന്നതുമുണ്ടതിൽ നല്ല വടമരമുന്നതം. വിസ്താരമുണ്ടോ ശതയോജന വഴി പത്രപ്രവാള ശാഖാഢ്യം മനോഹരം. വൃക്ഷപ്രവര ശാഖാന്തരെ വെച്ചിതു ഭക്ഷിക്കാമെന്നു നിനച്ചു തെളിവോടെ. പക്ഷപുടങ്ങൾ കുലുക്കി കുതം കൊണ്ടു പക്ഷീശ്വരൻ ചെന്നിരുന്നോരു നേരത്തു.
കോടരാപാടനാമുണ്ടായതോ മൂലമാടൽ തേടിടിനാനുണ്ടതിന്മേൽ ചില താപസേന്ദ്രന്മാർ 60,000 താപമവർക്കു വരുമതു വീഴുകിൽ കോപവും നാം പ്രതി വർദ്ധിക്കുമന്നേരം ശാപവുമേറ്റിടുമെന്നു ഭയപ്പെട്ടാൻ. പത്രിപ്രവരനുപായം നിരൂപിച്ചു കൊത്തിയെടുത്താനടർന്നൊരു കൊമ്പതും കൊണ്ടു ജനകനിരിക്കുമിടം ബുക്കാൻ കണ്ടിതു നന്ദനൻ സങ്കടം കാശ്യപൻ. ദണ്ഡമെന്തുണ്ണി പരിഭ്രമം തീർക്കെന്നു പണ്ഡിതൻ താപസന്മാരെ ഇറക്കിനാൻ. ജന്തുക്കളില്ലാത്ത ദേശമതു ചെയ്യുക ചിന്തിച്ചിതിൻ്റെ പതനം വരുത്തുവാൻ. 100,000 യോജന വഴി ചെല്ലുമ്പോൾ ആരുമില്ലാതാഗിരിയുണ്ടവിടെയാം. തത്ര കൊണ്ടക്കളഞ്ഞാനയോ മാമയും ചുത്തടക്കിടുവാൻ ഭക്ഷിച്ചനന്തരം ദേവലോകം ബുക്കമൃതെടുത്തിടുവാൻ ഭാവിച്ചിതു പവനാശനാശനൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.